Hi dears, welcome back to Jannati Modiste. ഇന്ന് എനിക്ക് 2 കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. 2 കൊറിയർ അല്ല, ഒരൊറ്റ കൊറിയറാണ്. പക്ഷേ 2 ബോക്സ് ആയിട്ടാണ് അവരത് കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരി വർക്കിൻ്റെ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ഞങ്ങൾ 2 പേരാണ്, ഞാനും സീനും. ഞങ്ങൾ 2 പേര് വീട്ടിലിരുന്നിട്ട് ഒരു ഹോം ബൊട്ടിക്കായിട്ട് മെയിനായിട്ട് ആരി വർക്ക് ബ്ലൗസസ് ആണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ബ്രൈഡൽ ബ്ലൗസാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ബാക്ക് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സെറി ത്രെഡാണ് അവർ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഗോൾഡിൻ്റെയും ആൻറ്റിക്കിൻ്റെയും സെറി ത്രെഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു ഡൾ കളർ അവർ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ്. ശ്രീപ്രകാശ് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടൊരു പേജിൽ നിന്നാണ് ഞാനിത് ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു ഫുൾ റോള് സ്റ്റോൺ ചെയിൻ, അതിൽ പേൾ വിത്ത് സ്റ്റോൺ ആയിട്ടുള്ളൊരു ചെയിൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊരു 55 മീറ്റേഴ്സ് ഉണ്ടാവും കേട്ടോ. എന്നാൽ നെക്സ്റ്റ് പാക്ക് പൊട്ടിച്ച് നോക്കട്ടെ. ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു അതൊരു പ്ലാസ്റ്റിക് ബോക്സ് ആണെന്ന് ഉള്ളിൽ. കാരണം മുമ്പ് അതേപോലെ ഒരു പാക്കിലാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത്. ഇതൊരു 3-ാമത്തെ 4-ാമത്തെ ഓർഡറാണ് കേട്ടോ എൻ്റേത്. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ അവരുടെ അടുത്ത് തന്നെയാണ് മെറ്റീരിയൽ വാങ്ങാറ്. ഞങ്ങൾക്ക് 2 പേർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത്രയും അധികം ബീഡ്സ് വാങ്ങിയിട്ടുള്ളത്. ഇത് ഒരു റെയിൻബോ റെഡായിരുന്നു. ഇതിന് മുമ്പ് അവരിരുന്ന് വാങ്ങിയിട്ടുള്ളത് നല്ലൊരു ബ്രൈറ്റ് റെഡായിരുന്നു. പക്ഷേ ഇത് കുറച്ച് ഡള്ളായി പോയിട്ടുണ്ട്. അത് മാത്രമേ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത്. അത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് കേട്ടോ എല്ലാതും. പിന്നെ അവരുടെ പാക്കിംഗ് ഒരു രക്ഷയില്ല. ഉള്ളിൽ പിന്നെയും കവറിലൊക്കെ ആയിട്ട് നല്ല പാക്കിങ്ങോട് കൂടിയാണ് കേട്ടോ തരുന്നത്. അപ്പോൾ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ് 2 ബ്രാൻഡ് വാങ്ങിയിട്ടുണ്ട്. നോർമലി ഞാൻ ജബ്ലോമാക്സ് ആണ് ട്രൈ ചെയ്യാറ്. അപ്പോൾ അവർ പറഞ്ഞു ഒന്നുകൂടി നല്ല ബ്രാൻഡ്സ് വേറെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നോക്കിയതാണ്. പിന്നെ വന്നിട്ട് ഒരു റെയിൻബോ കളറിൽ ഷുഗർ ബീഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ആൻറ്റിക്കിൻ്റെ നോർമൽ കട്ട് ബീഡാണ് കേട്ടോ. അപ്പോൾ അത് ഒന്നും കൂടി ക്വാളിറ്റി ഉണ്ട്. കുറച്ച് ചെറിയ സൈസായിട്ടുള്ളതാണ്. വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണാനില്ല. പിന്നെ 2 റെയിൻബോൻ്റെ തന്നെ 2 കട്ട് ബീഡാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ആൻറ്റിക് കട്ട് ബീഡ് അതെപ്പോഴും ആവശ്യം വരാതെ എത്രയും നമുക്ക് എത്ര ഉണ്ടായാലും മതിയാവില്ല എന്ന് പറഞ്ഞ പോലെ എപ്പോഴും തീർന്നു പോകുന്നൊരു ഐറ്റമാണ്. പിന്നെ ഞാനൊരു 3 സിൽക്ക് ത്രെഡ് ഗ്രീൻ കളർ, അത് അത്യാവശ്യമായിട്ടുള്ളായിരുന്നു. ഈ ഒരു പേൾ ബീഡ് ജസ്റ്റ് ഒരു ട്രയൽ നോക്കിയതാണ് കേട്ടോ. പക്ഷേ അതൊന്ന് പാളിപ്പോയി. കാരണം സൈസ് കുറച്ച് ചെറുതാണ് ആവശ്യമുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കിയതാണ് കുറച്ച് വാങ്ങിയത്. പിന്നെ ഇതും അതുപോലെ ട്രയൽ നോക്കിയതാണ്. കാരണം ഇതൊന്ന് റിട്ടേൺ അങ്ങോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ കുറച്ച് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഷുഗർ ബീഡിൻ്റെ ക്വാളിറ്റി. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. ഒരു 360 റുപ്പീസാണ് പാക്കിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെയും റേറ്റ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളെ മെറ്റീരിയൽസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ കേട്ടോ. അതൊക്കെ അപ്പോൾ തന്നെ പൊട്ടിച്ച് ബോക്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു മനസ്സമാധാനക്കേടാണ്. അപ്പോൾ അതുപോലെ ഇതേപോലെ എൻ്റെ പോലത്തെ ഇതേപോലെ ഒരു മാനസികാവസ്ഥ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് പൊട്ടിച്ചിടുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് ഒരു വേറൊരു പീക്ക് ലെവൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് പിന്നെ അതിങ്ങനെ സെറ്റാക്കി വൃത്തിയിൽ ഒതുക്കി വെക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അത് ഞാനും സീനും അങ്ങനെ തന്നെ കേട്ടോ. 2 പേരും ഒരേ വൈബാണ്. അപ്പോൾ ഇനി സെറി ത്രെഡൊക്കെ ഒരു ബോക്സിൽ വെച്ച് ഒതുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അവൻ്റെ കോൺടാക്റ്റ് നമ്പർ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.